സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ ജി സുധാകരൻ. CH കണാറിന് തുല്യമായി ഒരു പാർട്ടി സെക്രട്ടറിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ജി സുധാകരൻ. മലബാറുകാരനാണെങ്കിലും തിരുവിതാംകൂറുകാരോടാണ് ഇഷ്ടമായിരുന്നു. ഒരു ശുപാർശയ്ക്കും വഴങ്ങില്ലെന്നും കപ്പലണ്ടിയും ചായയും വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. നിഷ ദിലീപ് ഉണ്ട് ആലപ്പുഴയിൽ നിന്നും. നിഷ, ജി സുധാകരൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തന്നെ CPM-നെതിരെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒളിയമ്പ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ CPM സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കാം ഇതിൽ പിന്നിൽ ഉണ്ടാകാൻ പോകുന്നത്? രജനി, ആറാട്ടുപുഴ വേലായുധ പണിക്കർ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ഉദ്ഘാടകനായി എത്തിയതായിരുന്നു ജി സുധാകരൻ. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിക്ക് കൂടി കൊള്ളുന്ന രീതിയിൽ ഒരു ഒളിയമ്പ് എന്ന് തന്നെ നമുക്ക് പറയാം, ആ രീതിയിൽ സംസാരിച്ചത്. 62 വർഷമായി താൻ CPM അംഗമാണ്. 16 വയസ്സ് മുതൽ CPM അംഗത്വം എടുത്ത ആളാണ്. സാധാരണ 18 വയസ്സാണ്. പക്ഷെ തനിക്ക് 16 വയസ്സിൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സാറുമാർ കൊണ്ടുപോയി അംഗത്വം എടുപ്പിച്ചതാണ് എന്ന് പറഞ്ഞാണ് ജി സുധാകരൻ സംസാരം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, CH കണാറിനെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് താൻ ഈ സ്ഥാനത്തേക്ക് വന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു പാർട്ടി സെക്രട്ടറി പിന്നീട് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ സംസാരം. ഒരു ശുപാർശയ്ക്കും അദ്ദേഹം വഴങ്ങില്ല. അതുപോലെ തന്നെ കപ്പലണ്ടിയും ചായയും ഒന്ന് വാങ്ങിക്കൊടുത്ത് ആരും ശുപാർശയ്ക്ക് പോകേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള ഒരാളൊന്നും ആയിരുന്നില്ല CH കണാറിനെ പോലുള്ള ആളുകൾ. മലബാറുകാരനായിരുന്നെങ്കിലും തിരുവിതാംകൂറിനോടും അദ്ദേഹത്തിന് പ്രിയമുണ്ടായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ തന്നെ പോലുള്ള അവർക്കൊന്നും രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോലും കഴിയില്ലായിരുന്നു. അങ്ങനെ പോകുന്നു സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കൂടി കൊള്ളുന്ന രീതിയിൽ തന്നെയായിരുന്നു ജി സുധാകരന്റെ പ്രസംഗം മുന്നോട്ട് പോയത്. താനൊക്കെ വന്ന കാലത്ത് പി സുന്ദരയെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ ആയിരുന്നു ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോഴുള്ള നേതാക്കന്മാർ ആരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരാരും പണ്ട് ഉള്ള ആളുകളെ പോലെ വരില്ല എന്നാണ് സുധാകരൻ പറഞ്ഞു വെച്ചത്. രജനി, നിഷ, ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഇവർക്ക് കഴിവില്ല എന്നുകൂടെയുള്ളൊരു കാര്യം തന്നെയല്ലേ സുധാകരൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും? രജനി, അങ്ങനെ തന്നെയാണ്. രജനി പറഞ്ഞതുപോലെ തന്നെ കുറെ നാളുകളായി ജി സുധാകരൻ ഇതുപോലുള്ള ആലപ്പുഴയിൽ നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ CPM-ന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരെ ഒളിയമ്പുകൾ ചെയ്യാറുമുണ്ട്. അങ്ങനെ ഇന്ന് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, താൻ പാർട്ടിയിലേക്ക് വന്ന സമയത്തെ കാര്യം അദ്ദേഹം ഓർമ്മിച്ചതാണ്. അപ്പോഴാണ് സുന്ദരയുടെയും CH കണാറിന്റെയും ഒക്കെ പേരുകൾ എടുത്ത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇപ്പോഴത്തെ നേതാക്കന്മാരുമായി താരതമ്യം ചെയ്തത്. രജനി, ശരി, എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് ഇപ്പോൾ ജി സുധാകരൻ ഒളിയമ്പുമായിട്ട് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം ഈ ഒരു നിലപാട് തുടരുക തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വരെ അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് CPM-ന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഉന്നയിച്ചിരുന്നത്.